സഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയം സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കരുനാഗപ്പള്ളിയിലുള്ള ഈ കരമടയ്ക്കാനായി അനുമതി നൽകിയ 730 ഏക്കർ ഭൂമി അവരുടെ ഉടമസ്ഥാവകാശത്തിൽ ഉള്ളതാണെന്ന് പറയുന്നത്. പക്ഷെ ആ സർവേ റിപ്പോർട്ടിന്റെ ആരംഭത്തിൽ തന്നെ ഈ ഭൂമി മുഴുവൻ സർവേ ചെയ്യാനോ വനം വകുപ്പിന്റെ സർവേയുമായി വെച്ച് കമ്പയർ ചെയ്യാനോ സാധിച്ചില്ല എന്നുള്ള കാര്യവും അവർ പറയുന്നുണ്ട്. അവിടെയുള്ള മുഴുവൻ അത് മൊത്തം ഏരിയ 3129 ഏക്കറായിരുന്നു. അതാണ് മുഴുവൻ സർവേ ചെയ്തില്ലെന്ന് പറഞ്ഞത്. ഇവരുടെ കൈവശം ഉണ്ടെന്ന് പറഞ്ഞ ആ ഭൂമിയാണ് സർവേ പൂർണ്ണമായും ചെയ്തത്. അതിനകത്താണ് വനഭൂമിയോ മിച്ചഭൂമിയോ ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് ഇടയിലൊരു 15 ഏക്കർ വനഭൂമി വന്ന് പെട്ട കാര്യവും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം അവരതിനെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സമഗ്രമായ സർവേ ഇത്രയും ആരോപണങ്ങളും ഇത് സംബന്ധിച്ചുള്ള ഒരു കൺഫ്യൂഷനൊക്കെ നിലനിൽക്കുമ്പോൾ ആ പ്രദേശത്തുള്ള ഈ 3129 ഏക്കറിനെ സംബന്ധിച്ച് സമഗ്ര സർവേക്ക് സർക്കാർ തയ്യാറാകും. അതിനുള്ള നിർദ്ദേശമല്ലേ കൊടുക്കുന്നത്? അല്ല, അത് നടത്തുമല്ലോ, നടത്തിയേ പറ്റത്തുള്ളല്ലോ, അത് നടക്കും. ഓക്കെ. മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സർക്കാരിൻ്റെ സൗജന്യ അരി സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്ന നിരീക്ഷണം തെറ്റാണ്, ഇതിനെതിരായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മറ്റു വാർത്തകളിലേക്ക്. പാറ്റൂരിലെ സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാൻ ലോകായുക്തയുടെ ഉത്തരവ്. 12 സെന്റ് പുറമ്പോക്ക് ഭൂമി തിരിച്ചുപിടിച്ച് റിപ്പോർട്ട് നൽകാൻ ലോകായുക്ത കളക്ടർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം പാറ്റൂരിൽ ഫ്ളാറ്റ് നിർമ്മാതാക്കളായ ആർടെക് കൈയേറിയ ഭൂമിയിൽ 12 സെന്റ് തിരികെ പിടിക്കാനാണ് ലോകായുക്ത ഉത്തരവിട്ടിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ സ്യൂവേജ് പൈപ്പ് ലൈൻ കടന്നുപോകുന്ന ഭൂമി കൈയേറിയാണ് ഫ്ളാറ്റ് നിർമ്മിച്ചിരുന്നത്. സെന്റിന് 30 ലക്ഷം രൂപ വില വരുന്ന സ്ഥലമാണ് ഇത്. ലോകായുക്ത നിയമിച്ച അമിക്കസ് ക്യൂറിയും അഭിഭാഷക കമ്മീഷനുമാണ് ഭൂമി കയ്യേറ്റം നേരത്തെ കണ്ടെത്തിയത്. ഭൂമി കയ്യേറിയതായി ഫ്ളാറ്റ് ഉടമകളും സമ്മതിച്ചിരുന്നു. ആർക്കും തർക്കമില്ലാത്ത സാഹചര്യത്തിലാണ് ഭൂമി ഉടൻ തിരിച്ചുപിടിക്കാൻ ലോകായുക്ത ഉത്തരവിട്ടിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ സ്യൂവേജ് പൈപ്പ് ലൈൻ കടന്നുപോകുന്ന സ്ഥലം കയ്യേറി ഫ്ളാറ്റ് നിർമ്മിച്ചതിന് പിന്നിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും പിന്നിൽ ഉന്നതരുടെ ഇടപെടലുണ്ടെന്നും നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു. കയ്യേറ്റത്തിന് ഒത്താശ ചെയ്തവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ ജോയി കേദാരം നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഭൂമി തിരികെ പിടിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. VM സുധീരന്റെ നീക്കങ്ങളിൽ പരസ്യ പ്രതികരണം വേണ്ടെന്ന് AI ഗ്രൂപ്പുകളുടെ യോഗത്തിൽ ധാരണ. മന്ത്രി KC ജോസഫിന്റെ വീട്ടിലാണ് AI ഗ്രൂപ്പുകളുടെ സംയുക്ത യോഗം ചേർന്നത്. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, MM ഹസൻ, VD സതീശൻ, തമ്പാനൂർ രവി തുടങ്ങി ഇരു ഗ്രൂപ്പുകളിലെയും മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം വിവരാവകാശ നിയമം അട്ടിമറിക്കാനുള്ള വിവാദ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് ഫേസ്ബുക്കിലിട്ട് സുധീരനും രംഗത്തെത്തി. KPCC അധ്യക്ഷൻ VM സുധീരനെതിരെ ഒരുമിച്ച് നീങ്ങാനുള്ള ധാരണയനുസരിച്ചാണ് AI ഗ്രൂപ്പ് നേതാക്കൾ തലസ്ഥാനത്ത് സംയുക്ത രഹസ്യയോഗം ചേർന്നത്. മന്ത്രി KC ജോസഫിന്റെ വസതിയിൽ നടന്ന യോഗത്തിൽ KC ജോസഫിനു പുറമെ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, MM ഹസൻ, തമ്പാനൂർ രവി, ബെന്നി ബെഹനാൻ, K സുധാകരൻ, VD സതീശൻ, ജോസഫ് വാഴക്കൻ എന്നിവരാണ് പങ്കെടുത്തത്. പരസ്പരമുള്ള തർക്കങ്ങൾ ഒഴിവാക്കി സുധീരനെതിരെ ഒരുമിച്ച് നീങ്ങാൻ യോഗത്തിൽ ധാരണയായി. സുധീരൻ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികളിൽ വിജയസാധ്യതയുള്ളവരുണ്ടെങ്കിൽ മാത്രം അംഗീകരിക്കാനും സ്വന്തക്കാരെ തിരികെ കയറ്റാനുള്ള സുധീരന്റെ ശ്രമത്തെ എതിർക്കാനും യോഗം തീരുമാനിച്ചു. ഗ്രൂപ്പുകൾ തമ്മിൽ സീറ്റുകൾ വെച്ചുമാറുന്നതും ചർച്ചയായി. കായംകുളം ഉടുമ്പൻചോല സീറ്റുകളും വൈപ്പിൻ പെരുമ്പാവൂർ സീറ്റുകളും തമ്മിൽ വെച്ചുമാറാനാണ് ധാരണയായത്. കരുണ എസ്റ്റേറ്റ്, മെത്രാൻകായൽ തുടങ്ങിയ വിവാദ വിഷയങ്ങളിൽ VM സുധീരനെതിരെ പരസ്യപ്രതികരണം നടത്തി സുധീരനെ ആളാക്കേണ്ട എന്നാണ് ഗ്രൂപ്പുകളുടെ തീരുമാനം. അതേസമയം വിവരാവകാശ നിയമം അട്ടിമറിക്കാനുള്ള വിവാദ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള തന്റെ കത്ത് ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച് VM സുധീരൻ രംഗത്തെത്തി. ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അയച്ച കത്താണിത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. VM സുധീരനെ പിന്തുണച്ച TN പ്രതാപൻ MLA ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് TN പ്രതാപൻ KPCC തെരഞ്ഞെടുപ്പ് സമിതിയെ അറിയിച്ചു. സുധീരനെതിരെ ഗ്രൂപ്പ് യോഗം ചേർന്ന AI ഗ്രൂപ്പുകളുള്ള പ്രതിഷേധമായാണ് പ്രതാപന്റെ നടപടി വിലയിരുത്തപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് സാലിംഗ് ചേർന്നുണ്ട്. സാലിംഗ്, വിശദാംശങ്ങൾ.
സൗമ്യ, ഗ്രൂപ്പ് തർക്കം കാരണം കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയം തന്നെ ഏറെ വൈകുന്നുണ്ട്. AICC വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇത് നിരീക്ഷിച്ചു വരുന്നു. ഇതിനിടയിലാണ് പുതിയ പ്രശ്നം ഇന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് AI ഗ്രൂപ്പുകൾ സുധീരപക്ഷ നേതാക്കൾ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കയറിപ്പറ്റുന്നതിനെതിരെ സംയുക്ത യോഗം ചേർന്ന് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. ഇതിന് മറുപടിയായിട്ടാണ് സുധീരപക്ഷ നേതാക്കൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു മാനദണ്ഡം വേണം എന്നൊരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം KPCC തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. ഇതിൽ ഇക്കാര്യത്തിൽ ചർച്ച നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് മാനദണ്ഡമായി മുന്നോട്ട് വയ്ക്കുന്നത് AI ഗ്രൂപ്പുകളുടെ പേരിലാണെങ്കിൽ പോലും 3-ൽ കൂടുതൽ തവണ മത്സരിച്ചവരെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉണ്ടാകരുത്. ഇതിനു മുന്നോടിയായാണ് സ്വയം സ്ഥാനാർത്ഥിത്വം നിന്ന് മാറുന്നതായി അറിയിച്ചുകൊണ്ടുള്ള പ്രതാപന്റെ നീക്കം. ഇത് ലക്ഷ്യം വയ്ക്കുന്നതും ഈ 3-ൽ കൂടുതൽ തവണ മത്സരിച്ച AI ഗ്രൂപ്പുകളുടെ ബലത്തിൽ മത്സരിച്ച നേതാക്കളെ തന്നെയാണ്. അവർക്കും മാറേണ്ടി വരും എന്നൊരു സൂചനയാണ് ഇതുവഴി മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും പുതിയ മാനദണ്ഡം നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് AI ഗ്രൂപ്പുകളുടെ നീക്കത്തിന് തടയിടുകയാണ് ഇപ്പോൾ സുധീരപക്ഷ നേതാക്കൾ ചെയ്തിരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ TN പ്രതാപൻ അടക്കമുള്ളവർ കത്ത് നൽകി മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യം പ്രതാപൻ തന്നെ സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല. വൈകുന്നേരം 5 മണിക്ക് ചർച്ച ചേരുന്നുണ്ട്. അതിനുശേഷം പുറത്തു വരട്ടെ, കാര്യങ്ങൾ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ എന്ന നിലപാടിലാണ് നേതാക്കൾ എല്ലാവരും ഉള്ളത്. സൗമ്യ. സന്തോഷ് സോളിങ്ങാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ മുഖ്യമന്ത്രി രംഗത്ത്. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. സൗജന്യ അരി വിതരണം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് എന്ന നിരീക്ഷണത്തിനെതിരെയാണ് ഇപ്പോൾ മന്ത്രിസഭ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ പീപ്പിൾ TV പുറത്തു കൊണ്ടുവന്ന മുഖ്യമന്ത്രിയുടെ സ്വത്തുവിവരങ്ങളുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലത്തിൽ നൽകിയിട്ടുള്ള വിവരങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണമുണ്ടായി. ഈ സ്വത്തുക്കൾ തൻ്റെ പേരിൽ എഴുതിയിട്ടില്ല, പൈതൃകമായുള്ള സ്വത്തുക്കളാണ് തുടങ്ങിയ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വിശദാംശങ്ങളുമായി KG ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രിസഭായോഗ തീരുമാനങ്ങളായി ഒപ്പം തന്നെ മറ്റ് വിഷയങ്ങളായും ഒക്കെ മുഖ്യമന്ത്രി പറഞ്ഞത്? സൗമ്യ, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്ന സാഹചര്യത്തിൽ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. സാങ്കേതികത്വം പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കുടിവെള്ളം വിതരണം പാടില്ല എന്ന് വിലക്കിയിരിക്കുന്നു. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് അനുമതി നൽകിയില്ല എങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കരുണ എസ്റ്റേറ്റിൽ സമഗ്ര സർവേ നടത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയം പീപ്പിൾ TV പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 2011 നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ തന്റെ പേരിൽ സ്വത്തില്ല എന്ന വിവരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ ഗവർണർക്കും നൽകിയത്. ഭാര്യയുടെ പേരിൽ 13 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ എന്നായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ സത്യവാങ്മൂലം നൽകിയത്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് തന്റെ പേരിൽ ഭൂമിയില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. പാരമ്പര്യമായി ലഭിച്ച ഭൂമിയാണ് അത്, ആ വസ്തുവാണ് എഴുതി കൊടുത്തിട്ടുള്ളത്, അത് തന്റെ പേരിലേക്ക് മാറ്റിയിട്ടില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഇത്തരത്തിൽ ഭൂമി പാരമ്പര്യമായി കിട്ടിയതാണ് എങ്കിൽ കൂടിയും അത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. അത് മറച്ചുവച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഭൂമി ഇല്ല എന്ന് അദ്ദേഹം പറയുന്നില്ല, ഭൂമി ഉണ്ട് എന്ന് തന്നെ അദ്ദേഹം സമ്മതിക്കുന്നുമുണ്ട്. പാരമ്പര്യമായി ലഭിച്ച ഭൂമിയാണ് ഇത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഫലത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്ന് ഇതിൽ നിന്നും കൂടുതൽ വ്യക്തമാവുകയാണ്. സൗമ്യ. ദിനകരാണ് വിവരങ്ങൾ നൽകിയത്. മാണി ഗ്രൂപ്പുമായുള്ള UDFന്റെ ഉഭയകക്ഷി ചർച്ച പരാജയപ്പെട്ടു. മറ്റ് കക്ഷികളുമായുള്ള ചർച്ച തുടരും. വൈകിട്ട് UDF യോഗം ചേരും. വിവരങ്ങളുമായി MR സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, നിലവിലത്തെ വിവിധ ഘടകകക്ഷികളുമായുള്ള പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പുമായുള്ള ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ്? ഒപ്പം UDF യോഗം ചേരാനിരിക്കുന്ന ഈ ഒരു വിഷയം എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? സൗമ്യ, മാണി വിഭാഗവും RSPയുമായുള്ള കോൺഗ്രസിന്റെ ഉഭയകക്ഷി ചർച്ചകൾ പരാജയപ്പെട്ടു. മാണിയുമായി 5ാമത്തെ തവണയാണ് ചർച്ച നടത്തുന്നത്. അധിക സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ മാണി ഉറച്ചു നിന്നു. സീറ്റ് തരാനാകില്ല എന്ന മറുപടിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ സീറ്റിന്റെ വിശദാംശങ്ങളിലേക്ക് ചർച്ച കടന്നില്ല. ഇന്നത്തെ UDF യോഗത്തിൽ സീറ്റ് വിഭജനം സംബന്ധിച്ചൊരു പൊതുധാരണ ഉണ്ടാക്കിയതിനു ശേഷം കൂടുതൽ ചർച്ചയാകാമെന്ന നിലപാടാണ് ഇപ്പോൾ UDF നേതൃത്വത്തിനുള്ളത്. RSPയുമായുള്ള ചർച്ചകളിലും പുരോഗതി ഉണ്ടായില്ല. സീറ്റ് ചർച്ചകൾ UDF യോഗത്തിന് ശേഷം തുടരുമെന്നാണ് RSP നേതാക്കൾ അറിയിച്ചത്. UDF യോഗം അല്പസമയത്തിനുള്ളിൽ തുടങ്ങും. അതിനുശേഷം കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പുമായും ചർച്ചയുണ്ട്. അങ്കമാലി സീറ്റ് വേണമെന്ന നിലപാടിലാണ് ഇപ്പോഴും കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പും ചെയർമാൻ ജോണി നെല്ലൂരും. എന്നാൽ സീറ്റ് നൽകാനാകില്ലെന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വം
കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ഫലത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ വൈകാനാണ് സാധ്യത. വൈകിട്ട് KPCCയുടെ തെരഞ്ഞെടുപ്പ് സമിതിയും ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സമിതിയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. UDFിലെ 3 വിഭാഗങ്ങളും വലിയ കലഹത്തിൽ നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ പേര് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയാകാൻ ഇടയില്ല. KPCC തെരഞ്ഞെടുപ്പ് സമിതിക്ക് മത്സരിക്കാനില്ലെന്ന് അറിയിച്ചുള്ള കത്തും TN പ്രതാപൻ MLA നൽകിയിട്ടുണ്ട്. ആ കത്തും ചർച്ചയ്ക്ക് വരും. സൗമ്യ. സജേഷാണ് വിവരങ്ങൾ നൽകിയത്. കലാഭവൻ മണിയുടെ ദുരൂഹ മരണത്തിൽ കൊലപാതക സാധ്യത തള്ളാതെ പോലീസ്. അന്വേഷണം ബന്ധുക്കളിലേക്കും നീളുന്നു. അതേസമയം സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ മണിയുടെ മൂത്ര സാമ്പിളിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തി. കൂടുതൽ തെളിവുകൾക്കായി ചാലക്കുടിപ്പുഴയിൽ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. ആത്മഹത്യ, കൊലപാതകം എന്നീ 2 സാധ്യതകളിൽ ഊന്നിയുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. കീടനാശിനിയുടെ അംശം പുലർച്ചെ 5 മണിക്ക് ശേഷം ശരീരത്തിലെത്തിയ സാഹചര്യങ്ങൾ സംഘം പരിശോധിക്കുന്നുണ്ട്. മണിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ പാടിക്ക് സമീപത്ത് ചാലക്കുടിപ്പുഴയിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. കീടനാശിനി കുപ്പികളോ വാറ്റുചാരായം എത്തിച്ച കുപ്പികളോ കണ്ടെത്താനായാണ് തെരച്ചിൽ നടത്തിയത്. കലാഭവൻ മണി ഏതാനും മാസങ്ങളായി മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ചിരുന്നതായി കസ്റ്റഡിയിലുള്ള സഹായികൾ മൊഴി നൽകി. വീട്ടുകാരുമായി അകന്നു കഴിയുകയായിരുന്നുവെന്നും കരൾ രോഗം മൂർച്ഛിച്ചതിൽ മണി വിഷാദത്തിലായിരുന്നുവെന്നും മൊഴിയുണ്ട്. ആത്മഹത്യ എന്ന സാധ്യതയിലേക്കാണ് ഈ മൊഴികൾ വിരൽ ചൂണ്ടുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പുറത്തുവന്ന രാസപരിശോധനാ ഫലത്തിൽ ശരീരത്തിൽ മയക്കുമരുന്നിന്റെയും കറുപ്പിന്റെയും അംശം കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട്. ഇവ മരുന്നുകൾ വഴി എത്തിയതാകാം എന്നാണ് നിഗമനം. പരിശോധനയ്ക്കായി ആശുപത്രിയിൽ ശേഖരിച്ച രക്തവും മൂത്രവും കാക്കനാട്ടെ സർക്കാർ ലാബിലേക്ക് പരിശോധനയ്ക്കയച്ചു. കീടനാശിനി സാന്നിധ്യം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അതേസമയം മണിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണം പൂർത്തിയായി. 30 കോടിയിലധികം രൂപ സ്വത്ത് ഉണ്ടെന്നാണ് സംഘത്തിന് ലഭ്യമായ വിവരം. കലാഭവൻ മണിയുടെ ബന്ധുക്കളിൽ ചിലരുടെ ഇടപെടൽ സംശയം ജനിപ്പിക്കുന്നതിനാൽ ഇവരെ കൂടി ചോദ്യം ചെയ്തേക്കും. 6 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കലാഭവൻ മണിയുടെ ശരീരത്തിൽ കണ്ടെത്തിയ കീടനാശിനിയുടെ ഉറവിടം കണ്ടെത്തുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനായി ചാലക്കുടിപ്പുഴയിലും പാടിയിലും പോലീസ് പരിശോധന നടത്തി. ക്യാമറാമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്. ചരിത്രം മാറ്റിയെഴുതി US പ്രസിഡന്റ് ബരാക് ഒബാമ ക്യൂബയിൽ. 88 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഒരു US പ്രസിഡന്റ് ക്യൂബയിലെത്തുന്നത്. ലാറ്റിൻ അമേരിക്കൻ പര്യടനങ്ങളുടെ ഭാഗമായാണ് 2 ദിവസത്തെ ക്യൂബൻ സന്ദർശനം. പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുതയും ശീതയുദ്ധത്തിന്റെ മരവിപ്പും അകൽച്ചയും അവസാനിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ 2 ദിവസത്തെ ചരിത്ര സന്ദർശനത്തിനാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ക്യൂബയിലെത്തിയത്. പ്രാദേശിക സമയം ഞായറാഴ്ച വൈകിട്ട് 4:15 പ്രസിഡന്റിനെയും കുടുംബത്തെയും വഹിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക വിമാനം എയർഫോഴ്സ് A1 ക്യൂബൻ തലസ്ഥാനമായ ഹവാനയിലെ ജോസ് മാർട്ടി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. വിമാനത്താവളത്തിൽ ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡിക്സ് ഒബാമയെയും കുടുംബത്തെയും സ്വീകരിച്ചു. 1928 ജനുവരി 19 കാൾവിൻ കൂളിഡ്ജാണ് അവസാനം ക്യൂബ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ്. ലാറ്റിൻ അമേരിക്കൻ പര്യടനങ്ങളുടെ ഭാഗമായുള്ള സന്ദർശനത്തിൽ ക്യൂബയുമായുള്ള നയതന്ത്ര വാണിജ്യ ബന്ധം ശക്തമാക്കുകയാണ് ഒബാമയുടെ മുഖ്യ ലക്ഷ്യം. കഴിഞ്ഞ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മധ്യസ്ഥതയിലാണ് അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചത്. ക്യൂബയിലെത്തിയ ഒബാമയും ഭാര്യ മിഷേലും പഴയ ഹവാനയുടെ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. ജോസ് മാർട്ടി അനുസ്മരണം, റവല്യൂഷണറി പാലസിൽ ക്യൂബൻ പ്രസിഡന്റ് റൗൾ കാസ്ട്രോയുമായുള്ള ഉച്ചകോടി എന്നിവയാണ് ആദ്യ ദിനത്തിലെ പ്രധാന പരിപാടികൾ. 2ാം ദിനം ക്യൂബൻ മനുഷ്യാവകാശ പ്രവർത്തകരുമായി ചർച്ച നടത്തിയ ശേഷം ഒബാമ ക്യൂബൻ ജനതയെ അഭിസംബോധന ചെയ്യും. തുടർന്ന് അർജന്റീനയിലേക്ക് പറക്കും. ന്യൂസ് ഡെസ്ക്. P. ജയരാജന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റി. അതിനിടെ P. ജയരാജനെ ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്ക് മാറ്റി. കാൽമുട്ടിലെ അസുഖത്തെ തുടർന്ന് ജില്ലാ ജയിൽ ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് മാറ്റിയത്.